ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. അങ്ങനെ അടുത്ത മാസം നടക്കാൻ പോകുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് പുറത്തു വന്നിരിക്കുകയാണ്. 15 പേരെയാണ് സെലക്ടർമാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ മികച്ച ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഈ ടീമിനെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷൻസ് നമ്മൾ പറയുന്ന സമയത്ത് ഞാനൊരു 15 പേരുടെ പേര് പറഞ്ഞിരുന്നു. അതിൽ ഒരാൾ മാത്രമാണ് മിസ്സായി പോയിട്ടുള്ളത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ വിചാരിച്ച ആളുകൾ തന്നെയാണ് ടീമിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ IPL പെർഫോമൻസുകൾ നോക്കിയിട്ടാണ് കൂടുതൽ പ്ലെയേഴ്സിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം. അത് മാത്രമാണോ നോക്കേണ്ടത്, അതല്ല ഇതിനു മുമ്പുള്ള പാസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള പെർഫോമൻസുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതൊക്കെ നോക്കണോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അത് നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ ചില താരങ്ങളുടെ കാര്യത്തിൽ അത് നോക്കിയിട്ടുണ്ട്, ചില കാര്യങ്ങളുടെ കാര്യത്തിൽ അത് നോക്കിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതായാലും നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു 15 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ അവിടെ ഇവിടെയൊക്കെ 1-2 കല്ലുകടികൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വളരെ മികച്ച ഒരു ടീമുമായിട്ടാണ് ഇന്ത്യ ഈ ലോകകപ്പിൽ കളിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു വീക്ക്നെസ് എന്താണ്, ചെറിയ ഒരു ലാക്കിന്ന ഏരിയ ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു. നമുക്ക് ഈ ടീമിനെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ 15 പേര് ആരൊക്കെയാണെന്ന് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുന്നത് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയും ഒപ്പം തന്നെ യശസ്വി ജയ്സ്വാളുമായിരിക്കും. അവർ രണ്ടുപേരുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും ടീമിൽ ഉൾപ്പെടുത്താനുള്ള ചാൻസസ് കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യശസ്വി ജയ്സ്വാളും കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. രോഹിത് ശർമ്മ ആഫ്റ്റർ ഓൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അദ്ദേഹം ടീമിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. നമ്പർ 3 പൊസിഷൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നു. വിരാട് കോഹ്ലിയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ടീമിനെ പറ്റിയുള്ള ഡിസ്കഷനൊക്കെ വന്നിരുന്നെങ്കിലും വിരാട് കോഹ്ലിയെ മാറ്റി നിർത്തി ഒരു ടീം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിലൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേര് കിടന്ന് വിലപിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലി ഈ ടീമിൽ ഒരു ലൈവ് വയറാണ്. കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ ടീമിൻ്റെ ഒരു മൈൻഡ് സെറ്റ് തന്നെ വേറെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്തൊരു പൊസിഷനിലേക്കുള്ളത് സൂര്യകുമാർ യാദവാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സെലക്ഷനാണ്. സൂര്യകുമാർ യാദവ് ഡെഫിനറ്റ് ആയിട്ടും ഈ IPL വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനത് സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ കുറച്ച് നാളായിട്ട് ഇഞ്ചുറിയുടെ പിടിയിലുമായിരുന്നു. പക്ഷേ എന്തായാലും ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു 2020 ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം ആ ഒരു പൊസിഷനിലേക്ക് എന്തുകൊണ്ടും അർഹനാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ശിവം ദുബെയാണ്. ശിവം ദുബെ ഈ ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ലോകകപ്പിൽ ഉണ്ടാവും അല്ലെങ്കിൽ ടീമിൽ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഒരു ഷുവറായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അദ്ദേഹം IPL കാണിക്കുന്ന ഒരു പെർഫോമൻസ്, വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസിലൂടെ CSKയെ പല മാച്ചുകളും ജയിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പവർ പ്ലേ കഴിഞ്ഞിട്ട് സ്പിന്നേഴ്സ് ബോൾ ചെയ്യുന്ന സമയത്ത് ശിവം ദുബെയെ പോലെ വലിയ അടികൾക്ക് സാധ്യതയുള്ള ഒരു ബാറ്റർ, അതും ലെഫ്റ്റ് ഹാൻഡർ, അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ശിവം ദുബെയുടെ സെലക്ഷനും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹമാണ് ഈ ഒരു ടീമിൽ 5ാമത്തെ പൊസിഷനിലുള്ളത്. ഇനി അടുത്തൊരു പൊസിഷനിലേക്ക് വരുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. ഒരു ഓൾറൗണ്ടർ കാറ്റഗറിയിൽ വൈസ് ക്യാപ്റ്റനായിട്ടാണ് ഹാർദിക് പാണ്ഡ്യയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോം വളരെ മോശമാണ്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഈ വർഷം അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്തപ്പോൾ അത് അതിലും മോശമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T20 ലോകകപ്പും IPLും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ T20 ലോകകപ്പിലേക്ക് വരുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആയിരിക്കും ഹാർദിക് പാണ്ഡ്യ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേറൊരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിലുള്ള ഇപ്പോൾ 6 പേരുടെ പേര് ഞാൻ പറഞ്ഞു. ഇനിയുള്ള 2 പേരെന്ന് പറഞ്ഞാൽ വിക്കറ്റ് കീപ്പർമാരാണ്. അത് 2 പേരും എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു. ആ 2 പേരുടെയും സെലക്ഷൻ, ആ 2 പേരും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ 2 പേരുടെയും പേര് ഞാൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ അവരുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ് പന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട്, അതായത് തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു താരമാണ്. ആ തിരിച്ചു വന്നിട്ടും അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഋഷഭ് പന്തിൻ്റെ ആ ഒരു ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവും ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവും നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും. അദ്ദേഹം പല മാച്ചുകളിലും ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചതുപോലെ ലോകകപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ. അതിലൂടെ ഇന്ത്യക്ക് ഈ ലോകകപ്പ് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊരു വിക്കറ്റ് കീപ്പർ താരം നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം എല്ലാ വലിയ ടൂർണമെന്റുകളുടെ തുടക്കത്തിലും അദ്ദേഹത്തിന് പേര് ഡിസ്കഷനിൽ വരികയും പക്ഷേ അവസാന നിമിഷം പുറത്താവുകയും ചെയ്യുന്ന ഒരു താരമാണ് സഞ്ജു സാംസൺ. അന്നൊക്കെ നമ്മൾ മലയാളികൾ പല വേദികളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ സഞ്ജു സാംസനെ തഴയുന്നു, മലയാളികളെ തഴയുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ എനിക്കതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത്രയ്ക്കൊരു കൺസിസ്റ്റൻ്റ് ആണോ സഞ്ജു എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. ഞാനതെപ്പോഴും പറയാറുമുണ്ട്. മറ്റുള്ള താരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കോമ്പീറ്റ് ചെയ്യുന്ന ആ ലെവലിലുള്ള താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അതിന് ഒരു പറ്റിയ ആളാണോ, ആ ഒരു പൊസിഷനിലേക്ക് പറ്റിയ ആളാണോ എന്നുള്ളൊരു സംശയം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംശയങ്ങളെല്ലാം തുടച്ചു നീക്കിക്കൊണ്ടാണ് ഈ IPL സഞ്ജു ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സഞ്ജുവിനെയാണ് നമുക്ക് ആവശ്യം. ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു സഞ്ജു സാംസണെയാണ് നമ്മളെല്ലാ മലയാളികൾക്കും ആവശ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എനിക്ക് വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇനി ഇതിലേക്ക് വരുമ്പോൾ 4 സ്പിന്നേഴ്സിനെയാണ് ഈ ടീമിൽ അവർ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ 4 സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു സെലക്ഷനാണ്. ലെഫ്റ്റ് ആം സ്പിന്നറും ഒരു ഓൾറൗണ്ടറാണ്, നല്ലൊരു ബാറ്റർ കൂടിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ അതേ ട്രേഡിലുള്ള മറ്റൊരു താരമായിട്ടുള്ള അക്സർ പട്ടേലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഒരു ഓൾറൗണ്ടറാണ്, മെയിൻലി ലെഫ്റ്റ് ആം സ്പിന്നറാണ്, ക്യാൻ ബാറ്റ്, അതാണ്. ഇനി മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്നത് കുൽദീപ് യാദവാണ്. അതൊരു ഓട്ടോമാറ്റിക് സെലക്ഷൻ ആണെന്നാണ് ഞാൻ ഇതിനു മുമ്പ് വിശ്വസിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുൽദീപ് യാദവിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇന്ന് ലോകത്തുള്ള ഏറ്റവും നല്ല ഒരു ചൈനമൻ ബൗളറാണ് കുൽദീപ് യാദവ്. അതുകൊണ്ട് തന്നെ ബാറ്റർമാരെ വട്ടം കറക്കാൻ ചാൻസ് ഉള്ള, തൻ്റെ എയറിലുള്ള സ്പീഡ് കൊണ്ട് ബാറ്റർമാരെ വട്ടം കറക്കാൻ സാധ്യതയുള്ള ഒരു ബൗളറാണ് കുൽദീപ് യാദവ്. അദ്ദേഹം തന്നെ ആയിരിക്കും ഇന്ത്യൻ ടീമിലെ 11ലുള്ള ഫസ്റ്റ് ചോയ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു താരം എന്ന് പറയുന്നത് യുസി ചഹലാണ്. അദ്ദേഹത്തിന് ഈ അംഗീകാരം നേരത്തെ കിട്ടേണ്ടതായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലും അദ്ദേഹം ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, പക്ഷേ മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ലോകകപ്പിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരിക്കുകയാണ്. ഈ IPLലെ പ്രകടനങ്ങൾ വളരെ കണ്ണിങ് ആയിട്ടുള്ള, വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് യുസി ചഹൽ. അദ്ദേഹത്തിന് ഈ ഒരു അവസരം കിട്ടി എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന മറ്റൊരു കാര്യമാണ്. ഇനി നമ്മൾ ഈ ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ഫാസ്റ്റ് ബോളേഴ്സാണ് ഉള്ളത്. അതിൽ നമുക്കറിയാം ജസ്പ്രീത് ബുംറയുടെ കാര്യം. ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത് ഒരു വളരെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 2020 ബോളർ, അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലെയും ഏറ്റവും മികച്ച ബോളർ. അദ്ദേഹത്തിന് ടീമിൽ എടുക്കാതിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് അദ്ദേഹമാണ് ഒരു ഫാസ്റ്റ് ബോളറായിട്ട് ടീമിലുള്ളത്. പിന്നെ 2 പേരുടെ സ്പോട്ടാണ് ഇവിടെ വലിയ ഡിസ്കഷനിലുണ്ടായിരുന്നത്. ഒന്ന് മുഹമ്മദ് സിറാജ്. അദ്ദേഹം ഈ വർഷം RCBക്ക് വേണ്ടി വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടീമിൽ എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വലിയ ഡിസ്കഷൻസ് എല്ലാം നടന്നിരുന്നു. അവസാനം പക്ഷേ സെലക്ടേഴ്സ് അദ്ദേഹത്തിൽ തന്നെ വിശ്വാസം അർപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും മുഹമ്മദ് സിറാജിന് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ അർഷദീപ് സിംഗ് ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹത്തിൻ്റെ ഇൻക്ലൂഷൻ ഏകദേശം പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അർഷദീപ് സിംഗ് ഈ ടീമിൻ്റെ ഭാഗമായി വരുന്നതിൽ വലിയ ഒരു സർപ്രൈസ് കോളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി കുറേ ആളുകൾ ഇതിൽ മിസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു 15 പേരെന്ന് പറയുന്നത്. ഇത് കൂടാതെ അവേഷ് ഖാനും ഖലീലും അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും അടക്കമുള്ള, റിങ്കു സിംഗും അടക്കമുള്ള താരങ്ങളെ ഒരു ട്രാവലിംഗ് റിസർവ് ആയിട്ട് ടീമിൻ്റെ കൂടെ 4 പേരെ വെച്ചിട്ടുമുണ്ട്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ, ടൂർണമെന്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നത്തിൽ ഈ ടീമിലുള്ള ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു 15 പേരിൽ ഞാൻ മിസ് ചെയ്തു പോയ ഒരാൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഈ ടീമിൽ എടുക്കാതെ പോയ ഒരാളെന്ന് പറയുന്നത് റിങ്കു സിംഗ് ആണ്. റിങ്കു സിംഗിനെ എന്തുകൊണ്ട് ഈ ടീമിൽ എടുത്തില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായി. എന്തുകൊണ്ട് റിങ്കു സിംഗ് ടീമിലില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. റിങ്കു സിംഗ് ഇനി എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ IPL അദ്ദേഹത്തിന് വേണ്ടത്ര ഓപ്പർച്യൂണിറ്റികളൊന്നും KKRൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ IPLലെ പെർഫോമൻസുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനു മുമ്പ് വരെ, ഈ IPL തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ വിദഗ്ധർ, അല്ലെങ്കിൽ സെലക്ടർമാർ, BCCI, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിലുള്ള വലിയ വലിയ ആളുകൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത ഒരു ഫിനിഷർ, ഇന്ത്യ കണ്ടെത്തിയ ഏറ്റവും മികച്ച ഒരു ഫിനിഷർ എന്നുള്ള രീതിയിലാണ് റിങ്കു സിംഗിനെ അവതരിപ്പിച്ചിരുന്നത്. അത് അദ്ദേഹം പല മത്സരങ്ങളിലും അദ്ദേഹം അത് കാണിച്ചു തരികയും ചെയ്തിരുന്നു. ഏകദേശം 300-ന് മീതെ, 350-ന് മീതെ സ്കോർ ചെയ്ത അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, ഇന്ത്യക്ക് വേണ്ടിയുള്ള ആവറേജ് എന്ന് പറയുന്നത് 80-ന് മുകളിലാണ്. അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 175ക്ക് മുകളിലാണ്. ഇത്രയും മികച്ച രീതിയിൽ ഒരു മാച്ചിൽ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനുമായിട്ട് 20 റൺസിന് 4 വിക്കറ്റ് പോയ ഒരു സിറ്റുവേഷനിൽ നിന്ന് അദ്ദേഹം ഒരു മികച്ച ഇന്നിങ്സിലൂടെ ഇന്ത്യനെ രക്ഷിച്ചെടുത്തൊരു സിറ്റുവേഷൻ ഈ IPLന് തൊട്ട് മുമ്പാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ വലിയ അടികൾക്ക് സാധ്യതയുള്ള ഒരു ഫിനിഷറുടെ റോളിലുള്ള ഒരു പ്ലെയറിനെ, റിങ്കു സിംഗിനെ പോലത്തെ ഒരു പ്ലെയറിനെ എന്തുകൊണ്ട് ഈ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് എൻ്റെ മനസ്സിൽ. അത് പലരും അത് പുറത്ത് പറഞ്ഞിട്ടുമുണ്ട്, പലരും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനിലെല്ലാമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ടീമിൽ ഈ 4 സ്പിന്നേഴ്സിനെ എടുത്തിരിക്കുന്നതെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. കാരണം 4 സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കളിക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ്. ഇവിടെ ഈ 4 സ്പിന്നേഴ്സിനെ എന്തിനാണ് എടുത്തിരിക്കുന്നത്? ഈ 4 സ്പിന്നേഴ്സിൽ കുൽദീപ് യാദവ് ഓട്ടോമാറ്റിക് സെലക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. രവീന്ദ്ര ജഡേജ ഓട്ടോമാറ്റിക് സെലക്ഷനാണ്, കാരണം അദ്ദേഹം ഓൾറൗണ്ടറാണ്. പിന്നെ 2 പേരുള്ള സ്പിന്നേഴ്സ്, ഈ 2 പേരിൽ യുസി ചഹൽ
ആഫ്റ്റർ ഓൾ അദ്ദേഹം 2020 ഏറ്റവും മികച്ചൊരു ബൗളർ തന്നെയാണ്. അക്സർ പട്ടേലിന്റെ സെലക്ഷൻ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു 15 പേരിൽ റിങ്കു സിംഗിന്റെ പൊസിഷനിൽ ഉണ്ടായിരുന്ന റിങ്കു സിംഗിന് പകരമായിട്ട് വന്നത് അക്സർ പട്ടേലാണ്. ആ ഒരു പൊസിഷനിൽ അക്സർ പട്ടേൽ എന്തിനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ യുസി ചഹലിനെയും ആ ഒരു പൊസിഷനിൽ കാണാം. കാരണം അക്സർ പട്ടേൽ എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജയുടെ അതേ ട്രേഡിലുള്ള ഒരു ഓൾറൗണ്ടർ ലെഫ്റ്റ് ആം സ്പിന്നറാണ്. അദ്ദേഹത്തിന് എന്തിനാണ് ഈ രണ്ടുപേരെയും ഒരേപോലെ ഉള്ള ആളുകളെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റു രണ്ടുപേരെയും നമ്മൾ നോക്കിയാൽ കുൽദീപ് യാദവ് ആഫ്റ്റർ ഓൾ ചൈനമൻ ആണ്, യുസി ചഹൽ ആണെങ്കിൽ ലെഗ് സ്പിന്നറാണ്. അവർ രണ്ടുപേരും ഉള്ളത് വലിയ തെറ്റൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്സർ പട്ടേലിനെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. അതും റിങ്കു സിംഗിനെ പോലെ ഒരു മികച്ച താരത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു ഫിനിഷറെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും വളരെ സോറി ഫോർ റിങ്കു സിംഗ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ ടീമിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യപ്പെടേണ്ട ഒരാളായിരുന്നു റിങ്കു സിംഗ്. കാരണം എന്താ വെച്ചാൽ IPL പെർഫോമൻസ് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ സ്ഥാനം പിടിക്കേണ്ട ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു റിങ്കു സിംഗ് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.